നമസ്കാരം, ഇത് IBN മലയാളം. ഷർട്ടും ക്ഷേത്രവും വിഷയത്തിൽ തുടരുന്ന വാദപ്രതിവാദങ്ങൾ ഇതുവരെയും അവസാനിച്ചിട്ടില്ല. ബേസിക്കായ വിഷയങ്ങളിൽ പോലുമുള്ള നമ്മുടെ അറിവില്ലായ്മയാണ് ഈ വാക്പോരുകളിൽ കലാശിക്കുന്നത്. ഈ വിഷയത്തിൽ ഞാൻ മനസ്സിലാക്കിയ ചില കാര്യങ്ങൾ പങ്കുവെച്ചുകൊള്ളട്ടെ. ഒന്നാമതായി, ഷർട്ടിട്ട് ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നതിനെ കുറിച്ച് പലരും പറഞ്ഞു കേട്ടത് നോർത്തിലെയും മറ്റ് ക്ഷേത്രങ്ങളിൽ ഇതൊന്നും ബാധകമല്ലല്ലോ, പിന്നെ എന്താണ് ഇവിടെ ഇങ്ങനെ എന്നാണ്. ഇവിടെ മനസ്സിലാക്കേണ്ടത് ദേശകാല ബന്ധിതമാണ് ആചാര അനുഷ്ഠാനങ്ങൾ എന്നതാണ്. നമ്മുടെ കേരളത്തിൽ തന്നെ അങ്ങോളം ഇങ്ങോളം ആചാര അനുഷ്ഠാനങ്ങൾക്ക് വ്യത്യാസങ്ങൾ ഉണ്ടെന്നിരിക്കെ നമ്മൾ മറ്റു സംസ്ഥാനങ്ങളിലുള്ള ആചാരങ്ങളുമായി ഇവിടുത്തെ രീതികളെ താരതമ്യം ചെയ്യുന്നതിൽ അർത്ഥമുണ്ടോ? ഇനി മറ്റുള്ള സംസ്ഥാനങ്ങളിലെ ആചാര വ്യത്യാസത്തെ നോക്കിയാൽ ആ നാടുകളിലെ തന്ത്രവും നമ്മുടെ കേരളത്തിലെ തന്ത്രവും തമ്മിൽ വ്യത്യാസമുണ്ട്. ഓരോ പ്രദേശങ്ങൾക്കനുസരിച്ച് തന്ത്രങ്ങളുണ്ട്. കേരളത്തിൽ തന്ത്രവും വൈദികവും കലർന്ന സമ്പ്രദായമാണെന്നാണ് അറിഞ്ഞിട്ടുള്ളത്. ഇനി ഷർട്ടിന്റെ കാര്യം പറഞ്ഞാൽ നമ്മൾ നമ്മുടെ ആരാധനാലയങ്ങളെ മനസ്സിലാക്കണം. അത് പൊതുവെ ക്ഷേത്രങ്ങളും കാവുകളും തന്നെയാണ് ഉള്ളത്. കാവുകളിൽ പൊതുവെ ഇത്തരം നിയന്ത്രണങ്ങളില്ല. ഷർട്ട് ധരിച്ച് കയറാവുന്ന ഒട്ടേറെ ക്ഷേത്രങ്ങളും നമുക്ക് ചുറ്റുമുണ്ട്. എന്നാൽ ചില ക്ഷേത്രങ്ങളിൽ ഷർട്ട്, ബനിയൻ, കൈലി തുടങ്ങിയവ ധരിച്ച് ക്ഷേത്രത്തിൽ പ്രവേശിക്കരുത് എന്ന് പ്രത്യേകം ബോർഡ് എഴുതി വെച്ചിട്ടുണ്ടാവും. ഇനി ഇവിടെ മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ കാര്യം, എല്ലാ ക്ഷേത്രങ്ങളും ഒരുപോലെ അല്ല എന്നതാണ്. ക്ഷേത്രങ്ങളുണ്ട്, ഒപ്പം മഹാക്ഷേത്രങ്ങളുമുണ്ട്. സാധാരണ ക്ഷേത്രങ്ങളെ അപേക്ഷിച്ച് മഹാക്ഷേത്രങ്ങൾ അവയുടെ നിർമ്മിതിക്കും ഒപ്പം പൂജാ സംവിധാനങ്ങൾക്കും മറ്റും വ്യത്യാസമുണ്ടാവും. കൂടാതെ പൗരാണികമായ പ്രത്യേകതകളും കാണാവുന്നതാണ്. ഇത്തരം ക്ഷേത്രങ്ങളിലാണ് മേൽപ്പറഞ്ഞ പോലെയുള്ള ബോർഡുകൾ കണ്ടിട്ടുള്ളത്. ഇനി ഈ കൂട്ടത്തിൽ തന്നെ മറ്റു ചില ക്ഷേത്രങ്ങളുമുണ്ട്. അതായത് ദേശനാഥ ദേവികളുള്ള ക്ഷേത്രങ്ങൾ. അതായത് ഇത്ര കരകളുടെ അല്ലെങ്കിൽ ദേശങ്ങളുടെ അധിപതിയായിരിക്കുന്ന ദേവതാ ക്ഷേത്രങ്ങൾ. ഉദാഹരണത്തിന് ചെട്ടികുളങ്ങര, ആര്യങ്കാവ് പോലെയുള്ളവ. ഇവയിൽ എല്ലായിടത്തും മേൽവസ്ത്രത്തിന് നിയന്ത്രണം ഉള്ളതായി കണ്ടിട്ടില്ല, എന്നാലും അധികവും ഉള്ളതായാണ് അറിവ്. ഇനിയാണ് പ്രധാനപ്പെട്ട കാര്യം, ദേവതാ സങ്കല്പം. നമ്മുടെ ഭാരതീയ സങ്കല്പം അനുസരിച്ച് എല്ലാത്തിനും ഉപരിയാണ് ഈശ്വരന്റെ സ്ഥാനം. പൂർവ്വകാലങ്ങളിൽ, അതായത് രാജഭരണവും മറ്റും ഉണ്ടായിരുന്ന കാലത്ത് ഈ സങ്കല്പം കൂടുതൽ ദൃഢമായിരുന്നു എന്ന് പറയാം. അപ്പോൾ രാജാവിൻ്റെയും രാജാവാണ് ദേവൻ. അതുകൊണ്ട് തന്നെ പല രാജവംശങ്ങളും ക്ഷേത്രങ്ങളെ മുൻനിർത്തി രാജ്യം ഭരിച്ചിരുന്നതായി കാണാം. ഉദാഹരണത്തിന് തിരുവിതാംകൂർ രാജവംശം. അന്ന് മാർത്താണ്ഡവർമ്മ രാജാവ് തൃപ്പടിദാനത്തിലൂടെ തിരുവിതാംകൂർ രാജ്യം ശ്രീപത്മനാഭന് സമർപ്പിക്കുകയും അദ്ദേഹവും പിൻഗാമികളും ഭഗവാനെ ദാസന്മാരായി നിന്നുകൊണ്ട് രാജ്യം ഭരിച്ചോളാമെന്നും വ്യവസ്ഥ ചെയ്തു. അപ്പോൾ ഇങ്ങനെയുള്ള ക്ഷേത്രങ്ങളിൽ രാജാവിനെ കാണുമ്പോൾ എങ്ങനെയാണോ ഒരു പ്രജ അഭിസംബോധന ചെയ്യുന്നത്, അതുപോലെ തന്നെ ക്ഷേത്രത്തിൽ വരുമ്പോൾ തൻ്റെ രാജനും രാജാവായിരിക്കുന്ന ഭഗവാനോടുള്ള ബഹുമാനാർത്ഥം തൻ്റെ മേൽവസ്ത്രം അഴിച്ച് അരയിൽ കെട്ടി ദാസ്യഭാവത്തിൽ ഭഗവാനെ തൊഴുതു എന്ന സങ്കല്പത്തിലാണ് മേൽവസ്ത്രം പാടില്ല എന്ന് വന്നത്. ഇന്നും കേരളത്തിലും തമിഴ്നാട്ടിലുമടക്കം പോയിട്ടുള്ള പല ക്ഷേത്രങ്ങളിലും പലരും ഇങ്ങനെ ചെയ്യുന്നതായാണ് കണ്ടിട്ടുള്ളത്. അല്ലാതെ ശ്രീകോവിലിന്റെ നേരെ വരുമ്പോൾ ദേവചൈതന്യം ഹൃദയത്തിലേക്കാനാണ് മേൽവസ്ത്രം വേണ്ടെന്ന് പറയുന്നതെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ദേവചൈതന്യം പതിക്കുന്നുവെങ്കിൽ ശരീരമൊട്ടാകെ തന്നെ ആവണം. അല്ലാതെ ശ്രീകോവിലിന്റെ നേരെ വരുമ്പോൾ ദേവചൈതന്യം ഹൃദയത്തിലേൽക്കാനാണ് മേൽവസ്ത്രം വേണ്ടെന്ന് പറയുന്നതെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ദേവചൈതന്യം പതിക്കുന്നുവെങ്കിൽ ശരീരമൊട്ടാകെ തന്നെ ആവണം. അല്ലാത്ത പക്ഷം ഹൃദയത്തിൽ തന്നെ പതിക്കാൻ കാരണം ഒന്നും കാണുന്നില്ല. കൂടാതെ എല്ലാ ആചാരങ്ങളും താന്ത്രികമോ വൈദികമോ അല്ലെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. ഉദാഹരണത്തിന് കേരളത്തിലെ ഏതാണ്ട് 20ഓളം ക്ഷേത്രങ്ങളിൽ അവിടുത്തെ ഉത്സവത്തിന്റെ അല്ലെങ്കിൽ പൂരങ്ങളുടെ സമയം ദേവൻ അല്ലെങ്കിൽ ദേവി എഴുന്നള്ളുമ്പോൾ ഗാർഡ് ഓഫ് ഓണർ നൽകുന്നുണ്ട്. അതും മേൽപ്പറഞ്ഞ പോലെ അതാത് ദേവതയെ രാജാവ് എന്ന ഭാവത്തിൽ കണ്ട് തന്നെയാണ് ഗാർഡ് ഓഫ് ഓണർ കൊടുക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഏത് തന്ത്രഗ്രന്ഥം നോക്കിയാൽ കൂടിയാണ് മനസ്സിലാകുക. ഇതുകൊണ്ടാണ് ദേശകാല ബന്ധിതമാണ് ആചാര അനുഷ്ഠാനങ്ങൾ എന്ന് പറയുന്നത്. ഇനി ഈ ഷർട്ട് വിഷയത്തിലെ ഗുരുതരമായ ആക്ഷേപമാണ് പൂണൂൽ കാണാനാണ് ഷർട്ട് വേണ്ടെന്ന് പറയുന്നതുമുള്ള വാദം. അത് ശുദ്ധ അസംബന്ധമാണ്. ആട്ടിൻപറ്റത്തെ തമ്മിലടുപ്പിച്ച് ചോര കുടിക്കാനുള്ള ചെന്നായ്ക്കളുടെ തന്ത്രങ്ങളാണ് അതെല്ലാം. അത്തരം പ്രചാരണങ്ങൾ സച്ചിദാനന്ദ സ്വാമിയെ പോലെ ഒരാൾ ഏറ്റുപറയുന്നതും ഖേദകരമാണ്. ഇനിയുള്ളതെല്ലാം കാലം നിശ്ചയിക്കട്ടെ. ന്യൂസ് ഡെസ്ക് IBN മലയാളം.